ഹായ്, ഇന്ത്യൻ എജി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന മാറ്റർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ലീഗലൈസേഷനെ സംബന്ധിച്ചാണ്. പ്രധാനമായിട്ടും HRD അല്ലെങ്കിൽ MHRD സംബന്ധിച്ചിട്ടുള്ള അറ്റസ്റ്റേഷൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ആദ്യമൊക്കെ നമ്മൾ MHRD അറ്റസ്റ്റേഷനാണ് ആദ്യമൊക്കെ നമ്മൾ പറയാറുള്ളത്. പണ്ട് എനിക്ക് തോന്നുന്നു 2005 വരെ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു HRD അറ്റസ്റ്റേഷനിൽ ചെയ്തു വന്ന് പോയിരുന്നത്. പക്ഷെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ടെന്ന് അറിയാലോ. 1200 യൂണിവേഴ്സിറ്റികളുണ്ട്, അതിനനുസരിച്ച് ബോർഡുകളുണ്ട്. പക്ഷെ എല്ലാവരും കൂടി എംബസി അറ്റസ്റ്റേഷന് പോകുന്ന സമയത്ത് അറിയാലോ, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡൽഹിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അറിയാലോ. പല സമയത്തും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ചെയ്തു വരും. അതുകൊണ്ട് തന്നെ ഇത് ഓരോ സംസ്ഥാനത്തിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും ഭരണസിര ആസ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം നൽകിക്കൊണ്ട് HRD എല്ലാ സംസ്ഥാനങ്ങളിലും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായി. അതിനുശേഷം അതാത് സംസ്ഥാനങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക്, കോളേജുകളിലോ മറ്റു ബോർഡുകളിലോ പഠിച്ച കുട്ടികൾക്ക് HRD അറ്റസ്റ്റേഷൻ നൽകാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ശരിക്കും അതാത് സംസ്ഥാനങ്ങളുടെയാണ്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കേരളത്തിലുള്ള അധിക കുട്ടികളും ചോദിക്കുന്നതാണ്, എവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, അതായത് ഡിസ്റ്റൻസ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ ഭാരതീയറൊക്കെ പഠിച്ച കുട്ടികളും ചോദിക്കും, നോർക്ക അറ്റസ്റ്റേഷൻ കിട്ടുമെന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ കേരളത്തിൽ HRD ചെയ്യാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നോർക്കയെ തന്നെയാണ്. പക്ഷേ നോർക്ക നമുക്കറിയാലോ, നോർക്ക HRD അറ്റസ്റ്റേഷൻ മാത്രമല്ല നോർക്കയുടെ ജോലി. നോർക്ക കേരളത്തിലെ പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗവൺമെൻറ്റിൻ്റെ ഒരു സംഘടനയാണ്. അപ്പോൾ അവർ കേരളത്തിലെ പ്രവാസികളാണല്ലോ, അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോഴാണല്ലോ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് നോർക്കക്ക് ഇത് ചെയ്യാനുള്ള ഒരു അതോറിറ്റി, അതോടൊപ്പം ചുരുങ്ങിയ ചെലവിൽ ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു സൗകര്യം അല്ലെങ്കിൽ അതിൻ്റെ അധികാരം ഗവൺമെൻറ് നൽകി എന്നുള്ളത് മാത്രമാണ് സത്യം. നോർക്ക ഒരിക്കലും ഒരു സർട്ടിഫിക്കേഷനിലും സീലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അതിൽ HRD, നമ്മുടെ തിരുവനന്തപുരത്തുള്ള HRD ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ യോഗ്യത സ്റ്റാമ്പ് ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇതേ ചോദ്യം തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളും, ഇന്നിപ്പോൾ ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളും കുട്ടികൾ അവരും വന്ന് ചോദിക്കും, ഞങ്ങളെ സർട്ടിഫിക്കറ്റ് എന്താ നോർക്ക് കിട്ടാത്തത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നോർക്കയുടെ അധികാരം കേരളത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. തമിഴ്നാട്ടിൽ പഠിച്ചൊരു കുട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നോർക്കക്ക് അല്ലെങ്കിൽ നോർക്ക അവിടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നത് നോർക്ക ചെയ്യുന്നില്ല. പക്ഷെ അതിന് കുട്ടിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, തമിഴ്നാട് ചെന്നൈയിലുള്ള HRD ഡിപ്പാർട്ട്മെൻറ്റിൽ പോവാം. അല്ലെങ്കിൽ കർണാടകയാണെന്നുണ്ടെങ്കിൽ 4 സ്ഥലങ്ങളുണ്ട്, എനിക്ക് തോന്നുന്നു മൈസൂർ, ഗുൽബർഗ്, ബാംഗ്ലൂർ, മറ്റൊരു സ്ഥലം കൂടി ഓൾറെഡി HRD ഓഫീസുകളുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളുടെ അതാത് സ്റ്റേറ്റിൻ്റെ HRDകളിലാണ് എന്ത് ചെയ്യേണ്ടത്, HRDകളിലാണ് നമ്മൾ എംബസി അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് HRD അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കേണ്ടത്. ഇങ്ങനെ ഒരു HRD അറ്റസ്റ്റേഷൻ കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് വരിക, അതിന് എംബസി അറ്റസ്റ്റേഷൻ. പിന്നീട് HRD ചെയ്തതിന് ശേഷമാണ് അതാത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ എംബസി അറ്റസ്റ്റേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ നോർക്ക മുഖേന HRD അറ്റസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റു പല സംസ്ഥാനങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നിരിക്കൽ ഡയറക്റ്റ് അവർക്ക് ആ സ്ഥാനത്ത് പോയി അവരുടെ HRD പൂർത്തിയാക്കാം. അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കുമ്പോൾ നോർക്കയേക്കാളും ഫീസ് കുറച്ച് കൂടുതലുണ്ടാവും, ഒരു പ്രൈവറ്റ് ഏജൻസി ആണല്ലോ, അവിടെ നൽകി നമുക്ക് HRD അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കാവുന്നതാണ്.